നമ്മളുടെയൊക്കെ ജിമെയിൽ അക്കൗണ്ടിൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസ്. ഇപ്പോൾ ഈ കാണുന്ന ആപ്പുകൾ അല്ലെങ്കിൽ വെബ്സൈറ്റുകളൊക്കെ എൻ്റെ പേഴ്സണൽ ഡാറ്റ ഉപയോഗിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് തേർഡ് പാർട്ടി ആപ്സ് ആൻഡ് സർവീസസിലേക്ക് ഇത് കയറി വരുന്നതെന്ന് പറഞ്ഞുതരാം. ഏതൊരു വെബ്സൈറ്റിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന സമയത്ത് അവരുടെ ഫീച്ചേഴ്സ് ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ലോഗിൻ ചെയ്യേണ്ടി വരും. ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്ന് പറഞ്ഞിട്ടൊരു ഫുൾ രജിസ്ട്രേഷൻ തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ആകുമ്പോൾ യൂസർ നെയിമും ഉണ്ടാവും, പാസ്വേഡും ഉണ്ടാവും. ഈ കണ്ടിന്യൂ വിത്ത് ഗൂഗിളിൽ നിന്ന് കൊടുക്കുന്നത് ഒരു എളുപ്പപ്പണി തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ജിമെയിൽ അക്കൗണ്ട് ഇവിടെ ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. ജസ്റ്റ് അത് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഈ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഒരു പ്രൈവസി പോളിസി ഉണ്ട്. ആ പ്രൈവസി പോളിസി ശരിക്കും വായിച്ച് നോക്കിയിട്ട് വേണം നമ്മളിത് എന്ത് ചെയ്യാൻ, കണ്ടിന്യൂ ചെയ്യാൻ. അതല്ലെങ്കിൽ നമ്മൾ ഫുൾ രജിസ്ട്രേഷൻ തന്നെ ചെയ്യണം. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു, പാസ്വേഡൊന്നും നമ്മൾ ഓർത്തിരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വെബ്സൈറ്റുകളാണ് ഈ തേർഡ് പാർട്ടി ആപ്പിലേക്ക് കയറി വരുന്നത്. ഏതൊക്കെ ആപ്സ് ആൻഡ് വെബ്സൈറ്റിനാണ് നമ്മളുടെ ഇൻഫർമേഷൻ, നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കാണാൻ പെർമിഷൻ കൊടുത്തിരിക്കുന്നതെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ജിമെയിൽ അക്കൗണ്ട് ലോഗിൻ ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സ് എടുക്കുക, സിയോൾ സെറ്റിങ്സ് എടുക്കുക. ഇവിടെ നിങ്ങൾ അക്കൗണ്ട്സ് ആൻഡ് ഇമ്പോർട്ട് എടുക്കുക. ഇവിടെ അതർ ഗൂഗിൾ അക്കൗണ്ട് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തേർഡ് പാർട്ടി കണക്ഷൻസ്. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നിങ്ങളുടെ പേഴ്സണൽ ഡാറ്റ, പേഴ്സണൽ ഇൻഫർമേഷൻ ഉപയോഗിക്കുന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്പുകളെ കാണാൻ പറ്റും. ഇതിലോരോന്നും നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇവരെന്തൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന്. ചില ആപ്പുകളൊക്കെ അപകടകാരികളായിരിക്കും. നമ്മളുടെ മെയിൽ വരെ റീഡ് ചെയ്യാനുള്ള പെർമിഷൻ അവരെടുത്തിട്ടുണ്ടാവും. അപ്പം അങ്ങനെയുള്ള വെബ്സൈറ്റുകളൊക്കെ നിങ്ങൾ നോർമൽ രജിസ്ട്രേഷൻ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരു യൂസർ നെയിം പാസ്വേഡും വയ്ക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. എളുപ്പപ്പണി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ മെയിലും കാര്യങ്ങളൊക്കെ അവർ ഉപയോഗിക്കും. ഇനി ഇത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം ആവശ്യമില്ലെങ്കിൽ മാത്രം ഇത് റിമൂവ് ചെയ്ത് കളയുക. ഡിലീറ്റ് ഓൾ കണക്ഷൻസ് യു ഹാവ് വിത്ത് ഇപ്പോൾ ഈ ഒരു സൈറ്റ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആപ്പിന് നമ്മളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ ഉപയോഗിക്കാൻ പറ്റില്ല. അതോടെ നമ്മളുടെ ലോഗിനും പോവും. അവിടെ നിങ്ങൾക്ക് ഇനി ആവശ്യമുണ്ടെങ്കിൽ പുതിയൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ ജിമെയിൽ അക്കൗണ്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഏതെങ്കിലും പ്രശ്നക്കാരനായിട്ടുള്ള ആപ്സോ വെബ്സൈറ്റോ ഉണ്ടോ എന്നുള്ളത്. അറിയാത്തവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.